السلام عليكم ورحمة الله وبركاته. الحمد لله آمين. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام الله. ഏറ്റവും സ്നേഹം നിറഞ്ഞ ഇന്നലെ ഞാൻ നിങ്ങളോട് സംസാരിച്ചത് തഹയ്യത്ത് നിസ്കാരവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളായിരുന്നു. ഇന്ന് നിങ്ങളോട് പറയുന്നത് നാം അത് മനസ്സിലാക്കി വെക്കൽ നല്ലതാണ്. കാരണം എന്നോട് ഒരാൾ ചോദിച്ചിരുന്നു, ഉസ്താദ് തന്നെ ചോദിച്ചതാണ്, അല്ല ഉസ്താദ്, നിസ്കാരത്തിൽ എല്ലാ സ്ഥലത്തും തക്ബീറാണല്ലോ കിട്ടുന്നത്. അള്ളാഹു അക്ബർ കൈ കെട്ടുന്നു, റുക്കൂല് അള്ളാഹു അക്ബർ പറയുന്നു, സുജൂദിൽ അള്ളാഹു അക്ബർ പറയുന്നു, കൈ കെട്ടുമ്പോൾ അള്ളാഹു അക്ബർ പറയുന്നു. അങ്ങനെ എല്ലാ സ്ഥലത്തും അള്ളാഹു അക്ബർ എന്ന തക്ബീറാണ് പറയൽ നിസ്കാരത്തിൽ. അതെന്താ ഇഹ്തിദാലിലെത്തുമ്പോൾ നിങ്ങൾ അള്ളാഹു അക്ബർ അവിടെ പറയുന്നില്ല? അതൊരു വിഷയം തന്നെയാണ്, അതൊരു ചോദ്യം തന്നെയാണ്. കാരണം നിസ്കാരത്തിൽ എല്ലാ സ്ഥലത്തും കൈയ്യെട്ടുമ്പോൾ പറയുന്നത് തക്ബീറാണ്, അള്ളാഹു അക്ബർ എന്ന് മാത്രമാണ്, പറയ സുന്നത്താണ്. എന്നാൽ ഇഹ്തിദാൽ എന്ന് പറയുന്ന ആ റുക്കൂയിൽ നിന്ന് ഏതെങ്കിലും ഇങ്ങനെ നിൽക്കുമ്പോൾ ചെല്ലുന്ന അള്ളാഹു അക്ബർ അവിടെ പറയുന്നില്ല. അവിടെ പറയുന്നത് സമി അല്ലാഹു ലിമൻ ഹമീദാൻ. അതെന്താ അങ്ങനെ പറയുന്നത്? പറയേണ്ടത് എന്താണ്? അല്ലാഹു അക്ബർ എന്നല്ലേ അവിടെ പറയേണ്ടത്. പിന്നെന്തുകൊണ്ട് അവിടെ മാത്രം അത് പറഞ്ഞില്ല? സമി അല്ലാഹു ലിമൻ ഹമീദ എന്നല്ലേ അവിടെ പറഞ്ഞത്. അള്ളാഹുവിനെ സ്തുതിച്ചവനെ അള്ളാഹു കേട്ടു എന്ന് പറയുന്ന വാക്കല്ലേ സമി അല്ലാഹു, അള്ളാഹു കേട്ടു ലിമൻ ഹമീദ. ആരാണോ സ്തുതിച്ച സ്തുതിയുടെ ആ വാക്ക് അള്ളാഹു കേട്ടു എന്ന് പറയുന്നു. എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ആ വാക്ക് അവിടെ പറയാനുള്ള കാരണം എന്താണ്? നമ്മളത് മനസ്സിലാക്കുക തന്നെ വേണം. എന്തുകൊണ്ടാണ് അവിടെ എത്തുമ്പോൾ അങ്ങനെ പറഞ്ഞത്? സമി അല്ലാഹു ലിമൻ ഹമീദ എന്ന് പറഞ്ഞത് സമി അല്ലാഹു വലിമൻ ഹമീദ അല്ല. കുറേ ആളുകളാണ് സമി അല്ലാഹു വലിമൻ ഹമീദ എന്ന് പറയുന്നത്. അവിടെ വാവ് കൂട്ടേണ്ടതില്ല. സമി അല്ലാഹു ലിമൻ ഹമീദാൻ. കുറേ ആളുകളുണ്ട് റുക്കൂല് പോയിട്ട് എനിക്ക് സമി അല്ലാഹു വലിമൻ ഹമീദാൻ. എന്ത് വലിമൻ ഹമീദ? സമി അല്ലാഹു ലിമൻ ഹമീദാൻ പറയണം, വാവ് കൂട്ടണ്ട. അപ്പം ഹമീദാൻ, അള്ളാഹു താല അള്ളാഹുനെ സ്തുതിച്ചവരെ അള്ളാഹു കേട്ടു എന്നുള്ള വാക്ക് പറയാൻ കാരണം അവിടെ ഒരു വിഷയമുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനുമായിട്ടുള്ള വിഷയത്തിലാണ് ഇത് വരാൻ കാരണം. മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഒരൊറ്റ ജമാഅത്തും മുടക്കാത്ത ആളാണ്. ഒരു ജമാഅത്തും ഒരു നിസ്കാരം ജമാഅത്ത് മുടങ്ങൂല. നമുക്ക് ജമാഅത്തിനെ സംബന്ധിച്ച ഒരു വിഷയമല്ല അല്ലേ? മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ കൂടെ നിസ്കരിക്കുന്ന ജമാഅത്ത് നിസ്കരിക്കുന്ന ആ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ എന്ത് ചെയ്തു? നിസ്കരിച്ച് മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിസ്കരിക്കുമ്പോൾ മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കുറച്ച് പിന്തിപ്പോയി. ഓടി വരികയാണ്, നിസ്കരിക്കാൻ വേണ്ടി ഓടി വരിക. വന്നിട്ട് പള്ളിയിലേക്ക് എത്തുമ്പോഴോ മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിസ്കരിക്കുന്നു. നിസ്കരിച്ചപ്പോൾ മഹാനവുള്ള അബൂബക്കർ റളിയല്ലാഹു അൻഹു വരുന്ന കണ്ടപ്പോൾ അല്ലാഹുവിന്റെ നിസ്കാരത്തിൽ തുടരുന്നു. നിസ്കാരത്തിലാണ്, നിസ്കാരത്തിൽ കഴിഞ്ഞിട്ട് റുക്കൂലാണ്. മഹാനായ റസൂലുള്ളാഹി തങ്ങൾ റുക്കൂലാകുമ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഓടി വരികയാണ്. കൈ കെട്ടുന്നു, നിയത്തും വെച്ച് കൈ കെട്ടുന്നു. ഉടനെ എന്ത് ചെയ്യുന്നു? റുക്കൂലേക്ക് പോകുന്നു. എൻ്റെ പ്രിയപ്പെട്ട നിസ്കാരത്തിൽ ഒന്നാമത്തെ റക്അത്തിൽ തന്നെ റുക്കൂലിലേക്ക് ഒരാൾ എത്തിയാൽ അവനിക്ക് ആ റക്അത്ത് കിട്ടുമല്ലോ. അപ്പം അങ്ങനെ ഓടി വരുമ്പോൾ റുക്കൂൽ റസൂലുള്ളാഹിന്റെ കൂടെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കിട്ടിയല്ലോ. കിട്ടിയപ്പോൾ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ജമാഅത്ത് ഇവിടെ കിട്ടി എന്നുള്ള സന്തോഷം കൊണ്ട് അൽഹംദുലില്ലാഹ്. ആരാ പറഞ്ഞത്? സിദ്ദീഖ് റളിയല്ലാഹു അൻഹു റുക്കൂലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെ കിട്ടിയപ്പോൾ അൽഹംദുലില്ലാഹ് അങ്ങനെ പറഞ്ഞു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു അൽഹംദുലില്ലാഹ്. റുക്കൂൽ എത്തിയ ഉടനെ തന്നെ അൽഹംദുലില്ലാഹ്, നിസ്കാരം കിട്ടിയ സന്തോഷം കൊണ്ട് പറഞ്ഞതാണ്. ആ അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആ റുക്കൂലിരിക്കവേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റുക്കൂലിരിക്കുകയാണ്.
സിദ്ദീഖുല്ലാഹുവിന് റുക്കൂൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ അൽഹംദുലില്ലാ എന്ന് നിസ്കാരത്തെ റുക്കൂൽ വന്നപ്പോൾ ആര് പറഞ്ഞു? അബൂബക്കർ സിദ്ദീഖുല്ലാഹുവിന് പറഞ്ഞു. ഇത് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു തആല അറിയിച്ചു കൊടുക്കുകയാണ്. എന്ത്? സമിഅ അല്ലാഹു ലിമൻ ഹമിദ എന്ന വാക്ക്. ആ വാചകം അവിടെ വന്നു. അവിടെ നിന്ന് എഴുന്നേൽക്കുമ്പോൾ സമിഅ അല്ലാഹു ലിമൻ ഹമിദാൻ, അള്ളാഹുവിനെ സ്തുതിച്ചവനെ അവൻ കേട്ടിരിക്കുന്നു. അതാ സിദ്ദീഖുല്ലാഹുവിന് പറഞ്ഞു അള്ളാഹു കേട്ടു. ആ സന്തോഷം കൊണ്ട് സമിഅ അല്ലാഹു ലിമൻ ഹമിദ എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ അവിടെ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞപ്പോൾ അവിടെ നിന്ന് എഴുന്നേൽക്കുമ്പോൾ ആ വാക്ക് പറയാനുള്ള വാക്ക് വന്നു. അള്ളാഹു നിങ്ങളെ വാക്ക് കേട്ടു എന്നുള്ളത്. അതുകൊണ്ടാണ് അവിടെ എത്തുമ്പോൾ സമിഅ അല്ലാഹു ലിമൻ ഹമിദ. അന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സിദ്ദീഖുല്ലാഹുവിന് ഓടി വന്നപ്പോൾ ഒരു ജമാഅത്തിൻ്റെ വിശുദ്ധരാ. സുബ്ഹാനല്ലാഹ്, ഞാൻ ഒരുപാട് യൂട്യൂബിൽ വന്നിട്ടുണ്ട്. ജമാഅത്തിൻ്റെ മഹത്വം, ജുമയുടെ മഹത്വം, ഇതൊക്കെ യൂട്യൂബിൽ നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും. എൻ്റെ ഇതിലൂടെ നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും. ഒരുപാട് വീഡിയോകൾ വന്നിട്ടുണ്ടല്ലോ, അതിൽ പറയുന്നുണ്ട്. ഇരിക്കട്ടെ, അപ്പോൾ ജമാഅത്തിന് ഓടി വന്നപ്പോൾ അവിടെ റുക്കൂലെത്തിയപ്പോൾ മഹാനായ സിദ്ദീഖുല്ലാഹുവിന് അൽഹംദുലില്ലാ എന്നൊരു വാക്ക് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അള്ളാഹു അറിയിച്ചു കൊടുക്കുകയാണ് സമിഅ അല്ലാഹു ലിമൻ ഹമിദ എന്ന് പറയാൻ നിങ്ങൾ പറഞ്ഞു. നോക്ക്, നിങ്ങൾ അത് പറയുമ്പോൾ നബിക്ക് അല്ലാഹു തആല അറിയിച്ചു കൊടുത്ത സന്ദേശമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു അറിയിച്ചു കൊടുത്ത സന്ദേശമാണിത്. സമിഅ അല്ലാഹു ലിമൻ ഹമിദാൻ അത് പറഞ്ഞു. എത്ര ഗൗരവമുണ്ട് വിഷയം. അതുകൊണ്ട് എല്ലാ നിസ്കാരത്തിലും, ഏത് നിസ്കാരമായാലും നിസ്കാരത്തിൽ തക്ബീർ ചൊല്ലണം. അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ തക്ബീറാണ്. പക്ഷെ എന്തുകൊണ്ട് റുക്കൂയിൽ നിന്ന് ഇഅ്തിദാലിലേക്ക് വരുമ്പോൾ മാത്രം സമിഅ അല്ലാഹ് എന്ന് പറഞ്ഞു? അത് ഈ ചരിത്രമാണ് ഇവിടെ പറയുന്നത്. മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വന്നപ്പോൾ റുക്കൂൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി തങ്ങളെ കിട്ടിയപ്പോൾ അവിടുന്ന് അൽഹംദുലില്ലാ പറഞ്ഞു. ആ അൽഹംദുലില്ലാ പറഞ്ഞതുകൊണ്ടാണ് സമിഅ അല്ലാഹു ലിമൻ ഹമിദ എന്ന് അവിടെ നിന്ന് അല്ലാഹു തആല സന്ദേശം അറിയിച്ചു കൊടുത്തു. അല്ലാഹു തആല റസൂലിനാക്ക് സന്ദേശം അറിയിച്ചു കൊടുത്തു. എന്താണ്? സമിഅ അല്ലാഹു ലിമൻ ഹമിദ എന്ന് പറയാൻ. അല്ലാഹു കേട്ടു എന്നല്ലേ? സയ്യിദാവിൻ്റെ അള്ളാഹുവിനെ സ്തുതിച്ച വാക്ക് അള്ളാഹു കേട്ടു. ആ വാക്ക് അവിടെ പറഞ്ഞു. അതാണ് ഇനി നിസ്കരിക്കുമ്പോഴൊക്കെ സമിഅ അല്ലാഹു ലിമൻ ഹമിദ എന്ന് പറയാൻ കാരണം. സമിഅ അല്ലാഹു ലിമൻ പറയുമ്പോൾ പിന്നെ അവിടെ എന്താണ്? തസ്ബീഹ് ഉണ്ടല്ലോ. അവിടെ തസ്ബീഹ് ചൊല്ലണം. റബ്ബനാ ലക്കൽ ഹംദ് മിനസ് സമാവാതി വമിനൽ അർളി വമില്ല മാ ശിഅത മിൻ ഷൈഇൻ ബഅദ് അത് പറയണം. അതിനുശേഷം പിന്നെ ഒരു സുന്നത്തുണ്ട്. അല സനായി വൽ മജ്ദി അഹഖു മാ ഖാൽ അബ്ദു വകുന്നാ ലക അബീദുക ലാ മാനി ലിമാ അതൈത വലാ മുഅതി ലിമാ മനഅത വലാ യൻഫൂദൽ ജദ്ദു മിൻ ജദ്ദ് അതൊക്കെ പറയണം. പക്ഷെ നമ്മൾ ഒരു ദിക്ർ ചൊല്ലുന്നോ അതൊക്കെ സുന്നത്താണ്. എല്ലാം ചെയ്യണം. നിസ്കാരത്തിൻ്റെ ഗൗരവം വളരെ വലുതാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട തക്ബീർ ചൊല്ലുന്ന വിഷയം എങ്ങനെയാണ്? അതുകൊണ്ടാണ് അവിടെ സമിഅ അല്ലാഹു ലിമൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് എല്ലാവരും യൂട്യൂബിൽ കാണുന്ന മുഴുവൻ ആളുകൾ ഇത് മനസ്സിലാക്കണം. എന്തുകൊണ്ട് അവിടെ സമിഅ അല്ലാഹു ലിമൻ ഹമിദ അവിടെ പറഞ്ഞു? തക്ബീർ എല്ലായിടത്തും പറയുമ്പോൾ എന്തുകൊണ്ട് പറഞ്ഞു എന്ന് പറയുമ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി അവിടെ നിസ്കരിക്കാൻ വരുമ്പോൾ റുക്കൂൽ കിട്ടിയപ്പോൾ അൽഹംദുലില്ലാ എന്ന് സിദ്ദീഖ് റളിയല്ലാഹു പറഞ്ഞപ്പോൾ അല്ലാഹു സന്ദേശം അറിയിച്ചു കൊടുക്കുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സമിഅ അല്ലാഹു ലിമൻ ഹമിദ. അതുകൊണ്ടാണ് അവിടെ പറയാൻ കാരണം എന്ന് എല്ലാവരും പറഞ്ഞു കൊടുക്കണം. അല്ലാഹു തആല നമ്മൾ ഈ മജ്ലിസ് അവന് പൊരുത്തപ്പെട്ട മൈസായി കബൂൽ ചെയ്യുമാറാവട്ടെ. ഒരുപാട് ആളുകൾ ദുആക്കാൻ വേണ്ടി പറഞ്ഞിട്ട് അല്ലാഹു തആല എല്ലാം സ്വീകരിക്കുമാറാവട്ടെ. അതുപോലെ തന്നെ ഇന്നലെ എന്നോട് യുഎഇ നിന്ന് ചെറുപ്പിച്ചിട്ട് പറഞ്ഞു, ഉസ്താദെ ദുആക്കണം, എന്തോ ഒരു വിഷയം പറഞ്ഞിട്ടാണ് പറഞ്ഞ. അല്ലാഹു തആല ഈ മജ്ലിസിന്റെ കാര്യങ്ങൾ ആസനാക്കി കൊടുക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് നാളെ നമ്മൾ ജാവുക്കലേക്ക് യാത്ര പോകാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. അല്ലാഹു തആല ഖൈറായ നിലക്ക് അവിടെ പോയി യാത്ര ചെയ്തു വരാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അതുപോലെ തന്നെ നമ്മൾ ഖാജാ മുഈനുദ്ദീൻ ചിശ്തിയിൽ ഇന്ത്യൻ്റെ രാജാവ്, ഇന്ത്യൻ്റെ സുൽത്താനുമായ മഹാനായ ഖാജ തങ്ങളുടെ ആണ്ടിൻ്റെ മാസമാണ്. അള്ളാഹു അവിടുത്തെ ദർജ, അവിടുത്തെ ബറക്കത്ത് കൊണ്ട് നമുക്ക് അള്ളാഹു ഇൽമ ഏറ്റേറ്റി തരുമാറാവട്ടെ. അതുകൊണ്ട് അവിടത്തേക്കൊരു ഫാത്തിഹ എല്ലാവരും യൂട്യൂബിൽ കാണുന്ന ഒരു ഓതുകയും വേണം. യാസീൻ ഓതണം. അവിടെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു നമ്മുടെ ഖൽബ് അള്ളാഹു നന്നാക്കി തരട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ഇന്നത്തെ വിഷയം സമിഅ അല്ലാഹു ലിമൻ ഹമിദ അൽഹംദുലില്ലാ സിദ്ദീഖ് അല്ലാഹു റസൂലുള്ളാഹിയുമായിട്ടുള്ള ബന്ധമാണ്. അത് എല്ലാവരും മനസ്സിലാക്കണം, പഠിക്കുകയും വേണം. ഇതെല്ലാവരിലേക്ക് ഷെയർ ചെയ്യുമ്പോൾ അള്ളാഹു എല്ലാവർക്കും ഖൈറും ബറക്കത്തും നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.